പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൻ്റെ കണക്കുകളിലൂടെയുള്ള ഒരു യാത്ര നമ്മൾ നടത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അർജന്റീന എത്ര ദയനീയമായിരുന്നു എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലത്തെ മത്സരത്തിൽ അർജന്റീന 20 ഷോട്ടുകളാണ് ലക്ഷ്യത്തിലേക്ക് ഉതിർക്കാൻ പരമാവധി ശ്രമിച്ചത്. 20ഓളം സ്പെയിൻ. അർജന്റീനയ്ക്കാവട്ടെ 3 ഷോട്ടുകൾ മാത്രമാണ് ആ അർത്ഥത്തിലെങ്കിലും ഒന്ന് ഉതിർക്കാൻ സാധിച്ചത്. എത്രയോ വ്യത്യാസം നോക്കൂ. 20 ഷോട്ടുകൾ എടുത്തു സ്പെയിൻ, 3 ഒതുങ്ങി അർജന്റീന. അതിൽ ടാർജറ്റിലേക്കുള്ള ഷോട്ടുകൾ 11 11 ശരിക്കും പറഞ്ഞാൽ 12 ഉണ്ട് സ്പെയിനിൻ്റെത്. എണ്ണം പറഞ്ഞ 12. ആ 12 തടുത്തിട്ട മാർട്ടിനസ് ആണ് യഥാർത്ഥത്തിൽ അർജന്റീനയെ ഇന്നലെ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ 6 ഗോളുകൾക്കെങ്കിലും ഇന്നലെ അർജന്റീന പരാജയപ്പെടുമായിരുന്നു. എന്നാൽ സ്പെയിനിനെതിരെ അർജന്റീനയ്ക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഷോട്ട് പോലും എടുക്കാൻ സാധിച്ചില്ല. പൊസഷനിലെ ഡിഫറൻസ് നോക്കൂ. 67% ശരാശരി സ്പെയിനിൻ്റെ ഈ ലോകകപ്പിലെ ബോൾ പൊസഷൻ. അത് ഇന്നലെ 68% തുടർന്നു. 32%, അതായത് 3-1 സമയം മാത്രമേ അർജന്റീനൻ കളിക്കാരുടെ കാലുകളിൽ പന്തുകൾ ഉണ്ടായിരുന്നുള്ളൂ. മെസ്സി തന്നെ ആദ്യത്തെ 20 മിനിറ്റിൽ തൊട്ടത് 2 തവണ മാത്രമാണ്. പാസുകൾ നോക്കൂ, 803 പാസുകളാണ്. ചെറുതും കുറുകിയതുമായ പാസുകളാണ്. നേരെ പകുതി പാസുകൾ മാത്രമേ അർജന്റീനയ്ക്ക് സാധിച്ചുള്ളൂ എന്നുള്ളതാണ്. അത്ര വളരെ കൃത്യതയോടുകൂടിയുള്ള നീക്കമായിരുന്നു. ഇനി എത്രയുണ്ടായിരുന്നു കൃത്യത? പാസുകളിലെ കൃത്യത നോക്കൂ. പലപ്പോഴും അർജന്റീനയുടെ പാസുകളെല്ലാം സ്പെയിനിൻ്റെ കാലിൽ കുടുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ തിരിച്ച് സ്പെയിൻ കൃത്യമായി തന്നെ ആ പാസുകൾ കൊണ്ടുപോകുന്നതും കണ്ടു. 90% ആയിരുന്നു ആ പാസുകളിലെ സ്പെയിനിൻ്റെ കൃത്യത. എന്നാൽ അതേസമയം 78% അർജന്റീനയുടെ പാസുകളിലെ കൃത്യത. അപ്പോൾ ഇതാണ് കണക്ക്. ഈ ഒറ്റ കണക്ക് ബോർഡ് മതി എന്താണ് ഫൈനലിൽ സംഭവിച്ചത് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ.